ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദർശ്. ഓക്കെ, ഫസ്റ്റ് പ്രെയർ ആണ്. നമുക്ക് പ്രെയർ എടുത്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ കമ്പനി അക്കൗണ്ട്സിൻ്റെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ കോമൺ സൈസ് അല്ലേ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്പർ 1 ആണ് ഷെയർ ക്യാപിറ്റൽ. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റലിലെ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പോകാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണിക്കുന്നതാണ്. കുറച്ച് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ചെയ്യാൻ ടൈം തരാം. വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ 3 മാർക്സ് കേട്ടോ. 3 മാർക്ക് കേട്ടോ. 3 മാർക്സിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിക്കാം, നോക്കിക്കോളൂ. മക്കളെ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യേണ്ട ടൈം ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻസറും കാണിച്ചു തരാം, അത് എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നീട് ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ട മെത്തേഡൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എൽ ലിമിറ്റഡ് ഫോർഫീറ്റഡ് കേട്ടോ. ഫോർഫീറ്റഡിന്റെ പ്രോബ്ലം ആണ് കേട്ടോ ഇത്. എൽ ലിമിറ്റഡ് കമ്പനിയാണ്. ഫോർഫീറ്റഡ് 470 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹3 പെർ ഷെയർ for the non-payment of allotment money of ₹8, അവിടെ including premium ₹3 and first call ₹5 per share. Final call of ₹5 per share was not made. Out of these 235 shares were reissued at ₹19 each, fully paid. Pass journal entries for the above transactions in the books of L Limited. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറയണേ? ഓക്കെ, എൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി 470 ഷെയർസ് ഇട്ടാ ഫോർഫീറ്റ് ചെയ്യാണ്ട്. അറിയാലോ എന്താ ഫോർഫീറ്റ് എന്ന് അറിയാലോ. ഒരു ഷെയർ ഹോൾഡർ എമൗണ്ട് തരാത്ത കേസ് അല്ലേ, നോൺ പേയ്മെന്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എൽ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി 470 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാൻ കേട്ടോ. ഷെയറിന്റെ പ്രൈസ് പറയുന്നുണ്ട് ₹20 ആണ് ഷെയറിന്റെ പ്രൈസ് കേട്ടോ. അപ്പൊ ₹20 ഉള്ള 470 ഷെയർസ് ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഷെയറിലെ ₹20 ആണെങ്കിലും എന്താണ് നോക്കിയേ, ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹3 പെർ ഷെയർ ആണ് കേട്ടോ. അപ്പൊ എന്താണ് 20 അല്ല +3 അല്ല ₹23 ആണ് കേട്ടോ. 20 ആണ് ഫേസ് വാല്യൂ, പക്ഷെ എന്തുണ്ട്, അതിന്റെ കൂടെ പ്രീമിയം ഉണ്ട്. പ്രീമിയം എത്ര രൂപയാണ്, ₹3 ആണ് കേട്ടോ. അപ്പൊ 23 ആണ് ആക്ച്വൽ വാല്യൂ കേട്ടോ, കറക്റ്റ് വാല്യൂ പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ എന്ത് പറ്റി നോക്കിയേ, ഫോർ ദ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓഫ് ₹8 കേട്ടോ. അപ്പൊ എന്താണ് അലോട്ട്മെന്റ് മണി അല്ലെ, ₹8 ആണ് കേട്ടോ. അവിടെ പ്രീമിയം ഉണ്ട് കേട്ടോ, ₹3 പ്രീമിയം അവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അലോട്ട്മെന്റ് മണി കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവര് അത് ഫോർഫീറ്റ് ചെയ്തത് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് നമ്മുടെ പ്രീമിയം കേട്ടോ. ശരിക്കും അലോട്ട്മെന്റ് മണി ₹5 ഉള്ളൂ. ഈ പ്രീമിയം 3 കൂടി ആഡ് ചെയ്തപ്പോഴാണ് അലോട്ട്മെന്റ് മണി 8 ആയത് കേട്ടോ. ശ്രദ്ധിക്കുക, അലോട്ട്മെന്റ് മണി ആൻഡ് ഫസ്റ്റ് കോൾ ഓഫ് ₹5 പെർ ഷെയർ. അപ്പൊ എന്താ അലോട്ട്മെന്റ് മണി കിട്ടാത്തത് കൊണ്ട് എന്താണ് ഫസ്റ്റ് കോൾ അല്ലേ, ഫസ്റ്റ് കോൾ മണി ₹5 എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ഫൈനൽ കോൾ ഓഫ് ₹5 പെർ ഷെയർ വാസ് നോട്ട് മെയ്ഡ് കേട്ടോ. ഇനി നോക്കാം, ഇപ്പൊ ഫൈനൽ കോൾ കേട്ടോ, ഫസ്റ്റ് കോളിന്റെ ആണ് കിട്ടാത്തത്. ഫൈനൽ കോൾ എന്ത് ചെയ്ത് അവർ മെയ്ഡ് ചെയ്തിട്ടില്ല. ഫൈനൽ കോളിന്റെ ₹5 എന്ത് ചെയ്തിട്ടില്ല, അവര് വിളിച്ചിട്ടില്ല കേട്ടോ. ഇത് രണ്ടും കിട്ടാത്തത് കൊണ്ട് അവർ ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഔട്ട് ഓഫ് ദീസ് ഈ 470 ഷെയർസിൽ എന്ത് ചെയ്തു, അവര് 235 ഷെയർസ് എന്ത് ചെയ്തു, അവര് റീഇഷ്യൂ ചെയ്തു കേട്ടോ. 470 ഷെയർസ് എന്ത് ചെയ്തു, കമ്പനി ഫോർഫീറ്റ് ചെയ്തു. ആ 470 ഷെയർസില് 235 ഷെയർസ് അവർ എന്ത് ചെയ്തു, റീഇഷ്യൂ ചെയ്തു കേട്ടോ. റീഇഷ്യൂ ചെയ്തു. എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്, at ₹90 പെർ ഷെയർ കേട്ടോ. 90 ഈച്ച് കേട്ടോ. ₹19 അവർ എന്ത് ചെയ്തത്, അത് റീഇഷ്യൂ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫോർഫീറ്റ് ചെയ്തത് 470. ഈ 470യിൽ നിന്നും 235 വരെ എന്ത് ചെയ്തു, റീഇഷ്യൂ ചെയ്തു, വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്തു. റീഇഷ്യൂ പ്രൈസ് എത്രയാണ്, 90 ആണ് കേട്ടോ. ഇവിടെ ആക്ച്വൽ പ്രൈസ് 23 ആണ്. ഇവിടെ റീഇഷ്യൂ പ്രൈസ് എത്രയാണ്, 19 ആണ് കേട്ടോ. അപ്പൊ ചേഞ്ച് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രീസ് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ.
3 മാർക്സ് ആണ് കേട്ടോ. ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എമൗണ്ട് ഒക്കെ മാറ്റിയിട്ട് തന്നിട്ട് ഈ സെയിം മോഡൽ തന്നെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസറിലേക്ക് പോകാം. ഓക്കെ സാർ, ആൻസർ കാണിച്ചോളൂ. യെസ്, ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 470 15 അടുത്തത് അറിയാം. 15 വന്നത് 20 ആയിരുന്നു. ഫൈനൽ കോൾ മണി ഇല്ലേ, 5 rupees അതവർ മെയ്ഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതൊരു കോൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ലേ. അപ്പൊ എന്താണ് 5 rupees മൈനസ് ചെയ്തിട്ട് 15 എടുത്തിരിക്കുന്നത് കേട്ടോ. അറിയാലോ, 20 ആയിരുന്നു റുപ്പീസ്, 5 rupees ഫൈനൽ കോൾ കമ്പനി നോട്ട് മെയ്ഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് 15 ആണ് വരുന്നത് കേട്ടോ ആക്ച്വൽ പ്രൈസ്. അപ്പൊ 470 × 15 7050 കിട്ടും. അപ്പൊ നോക്കിയേ, എൻട്രി നോക്കി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ഡെറ്റർ, ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്, അതേപോലെ ടു ഷെയർ ഫസ്റ്റ് കോൾ. അറിയാലോ 5 rupees ആണ്. ടു ഷെയർ ഫോർ ഫീച്ചർ കണ്ടോ, ഇതാണ് വരുന്നത് കേട്ടോ. എമൗണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. എമൗണ്ട് 2 ഡെബിറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കേട്ടോ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയം എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം കേട്ടോ. എമൗണ്ട് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് റീഇഷ്യൂന്റെ എൻട്രി ആണ് കേട്ടോ. റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടൂലേ. അപ്പൊ എന്താ ഉണ്ട് നോക്കിയേ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കണ്ടോ, 235 അല്ല റീഇഷ്യൂ ചെയ്തത്. അപ്പൊ 235 × 19 ടു ഷെയർ ഫോർ ഫീച്ചർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടോ. എമൗണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ലാസ്റ്റ് ഉണ്ട് എന്താണ്, ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് ആണ് കേട്ടോ. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് ആണ് ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാറേ. ഒന്ന് ഇതായിക്കോട്ടെ, ബ്ലാങ്ക് ആയിക്കോട്ടോ. അങ്ങനെ എമൗണ്ട് ഒക്കെ പ്രോപ്പർ ആയിട്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു മോഡലില് ഫോർ ഫീച്ചറിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. ഫോർ ഫീച്ചറിന്റെയും റീഇഷ്യൂവിന്റെയും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഈ ഇലിസ്ട്രേഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രോബ്ലംസ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ മെറ്റീരിയലിന്റെ ഏറ്റവും പുറകില് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇതേ മോഡൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആർഡർ അല്ല, ആഡ് ചെയ്ത വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ഒരു മോഡലിൽ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്നും ഒരു എസ് എ ക്വസ്റ്റ്യൻ, ലോങ് എസ് എ കേട്ടോ, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിക്കാൻ പോവാണ്. ഇതാ ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്, വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫുൾ എൻട്രി, ജേർണൽ എൻട്രി എന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻ 2 എൻട്രി വരുന്നുള്ളൂ അല്ലേ, ഫോർ ഫീച്ചർ റീഷ്യോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഫുൾ എൻട്രി ചെയ്തിട്ടുണ്ട് അല്ലെ, ആപ്ലിക്കേഷന്റെയും അലോട്ട്മെന്റിന്റെയും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്റെ ഒക്കെ എൻട്രി ചെയ്തേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഡെൻസ്പാർ ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഇഷ്യൂയിങ് 2 lakh equity shares of ₹10 each at a premium of ₹20 per share. അപ്പോൾ ഡെൻസ്പാർ എന്ന് പറഞ്ഞൊരു കമ്പനി 2 lakh ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അറ്റ് ₹10 ആണ് കേട്ടോ, ₹10 ആണ്. പ്രീമിയം ₹20 per share കേട്ടോ. ₹20 പ്രീമിയം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ₹30 അവരെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവിടുത്തെ ഇത് നോക്കിയോ കേട്ടോ. ആപ്ലിക്കേഷൻ മണി ₹2 per share ആണ്. അലോട്ട്മെന്റ് മണി ₹13 per share ആണ്. ദെൻ ഫസ്റ്റ് കോൾ അതിൽ ഇൻക്ലൂഡിങ് ₹10 പ്രീമിയം ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് കോള് 7 per share ആണ്, അവിടെയും പ്രീമിയം ഉണ്ട്, ₹5 ആണ്. ഫൈനൽ കോൾ എമൗണ്ട് അവിടെയും പ്രീമിയം ഉണ്ട് കേട്ടോ, ₹5 ഉണ്ട്, ₹8 ആണ്, അവിടെയും പ്രീമിയം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് ഫോർ 1,80,000 ഷെയർസ് വെയർ റിസീവ്ഡ് കേട്ടോ. നോക്കി ഇവിടെ അവിടെ ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. നോക്കിയാൽ 2 lakh ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, 1,80,000 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അണ്ടർ സബ്സ്ക്രിപ്ഷന്റെ കേസാണ് കേട്ടോ. Shares were allotted to all applicants. Yogesh, a shareholder holding 5,000 shares, paid his entire share money along with the allotment money. കേട്ടോ, അപ്പൊ എന്താണ്, യോഗേഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കന്റ് എന്ത് ചെയ്തു, അലോട്ട്മെന്റ് മണിയുടെ കൂടെ ഫുൾ എമൗണ്ടും പേ ചെയ്തു കേട്ടോ. അപ്പോ പെയ്ഡിന് അഡ്വാൻസ് ആണ് ഇത്. യോഗേഷ് എന്ന് പറയുന്ന ആള് പെയ്ഡിന് അഡ്വാൻസ് ആ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി വിശേഷ്, എ ഹോൾഡർ ഓഫ് 7,000 shares,
ഫെയിൽഡ് ടു പേ ദ അലോട്ട്മെന്റ് മണി. അപ്പൊ എന്താണ് അനദർ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, വിശേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, 7,000 ഷെയർസിന്റെ അലോട്ട്മെന്റ് മണി എന്ത് ചെയ്തില്ല, കൊടുത്തില്ല കേട്ടോ. കണ്ടോ, 7,000 ഷെയർസ് ഫെയിൽഡ് ടു പേ ദി അലോട്ട്മെന്റ് മണി പേ ചെയ്തില്ല. ഓക്കെ, ആഫ്റ്റർവേർഡ്സ് ദ ഫസ്റ്റ് കോൾ വാസ് മെയ്ഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് കോൾ വിളിച്ചത് കേട്ടോ. ഫസ്റ്റ് കോൾ വിളിച്ചത് അതേ ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെന്റ് അത് കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റ് കോൾ വിളിച്ചത് കേട്ടോ. വിശേഷ് പെയ്ഡ് ദ അലോട്ട്മെന്റ് മണി എലോങ് വിത്ത് ദ ഫസ്റ്റ് കോൾ മണി. അപ്പൊ എന്താ ചെയ്തത്, വിശേഷ് അലോട്ട്മെന്റ് മണി കോൾ ചെയ്തപ്പോൾ കൊടുത്തില്ല, പിന്നെ ഫൈനൽ കോൾ വിളിച്ചില്ലേ, അപ്പൊ എന്ത് ചെയ്തു, രണ്ടും ഒരുമിച്ചാണ് കൊടുത്തത് കേട്ടോ. ഓക്കെ, സമയേഷ് നെക്സ്റ്റ് ഷെയർ ഹോൾഡർ, നല്ല പേരല്ലേ, സമയേഷ് ഹോൾഡിംഗ് 2,000 ഷെയർസ് ഡിഡ് നോട്ട് പേ ദ ഫൈനൽ കോൾ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തില്ല, ഫൈനൽ കോൾ മണി, ശ്രേയ ഇങ്ങനെ ഇരിക്കണ്, ടെൻഷൻ അടിച്ചിരിക്കണ്, ശ്രേയ പേര് മാത്രം മനസ്സിലായി അല്ലേ, ഫൈനൽ കോൾ മണി കൊടുത്തിട്ടില്ല കേട്ടോ. ദെൻ എന്ത് പറ്റി, സമേഷ് ഷെയർസ് വെയർ ഫോർഫീറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫൈനൽ കോൾ. അപ്പൊ എന്ത് ചെയ്തു, സമേഷിന്റെ ഷെയർസ് എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തിട്ടാ. ഒരാളുടെ ഷെയർ മാത്രമേ കമ്പനി എന്ത് ചെയ്യുന്നുള്ളൂ, ഫോർഫീറ്റ് ചെയ്യുന്നുള്ളൂ. ഔട്ട് ഓഫ് ദ ഫോർഫീറ്റഡ് ഷെയർസ് 1,500 ഷെയർസ് വെയർ റീഇഷ്യൂഡ് അറ്റ് ₹8 per ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പൊ എന്ത് ചെയ്തു, സമേഷിന്റെ ഷെയർസ് ഫുൾ എന്ത് ചെയ്തു, കമ്പനി ഫോർഫീറ്റ് ചെയ്തു. ആ ഫോർഫീറ്റ് ചെയ്ത ഷെയറിൽ എന്ത് ചെയ്തു, ഒരു 1,500 ഷെയർസ് എന്ത് ചെയ്യാണ് കമ്പനി മറ്റൊരാൾക്ക് റീഇഷ്യൂ ചെയ്യാണ്ട്. റീഇഷ്യൂന്റെ എത്ര പ്രൈസ്, 8 per ഷെയർ ആണ് പ്രൈസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രീസ് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ആപ്ലിക്കേഷൻ എൻട്രി ഒക്കെ വേണം കേട്ടോ. ആപ്ലിക്കേഷൻ എൻട്രി, അലോട്ട്മെന്റ് എൻട്രി, ഫസ്റ്റ് കോൾ എൻട്രി, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എൻട്രി കേട്ടോ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ അലോട്ട്മെന്റിന്റെ കൂടെയും ഫസ്റ്റ് കോളിന്റെ കൂടെയും സെക്കൻഡ് കോളിന്റെ കൂടെയൊക്കെ എന്തുണ്ട്, പ്രീമിയം ഉണ്ട് കേട്ടോ. പ്രീമിയം ഉള്ള കേസാണ് കേട്ടോ അത്. ഓക്കെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ അടിക്കുകയാണ്. നമുക്ക് ആൻസർ അടിക്കുന്നത് അത് എടുത്തു വെച്ചോ കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, ആൻസർ ഇതാണ്. ഫസ്റ്റ് എൻട്രി ഇതാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 3,60,000 ആണ് കേട്ടോ. സബ്മിറ്റ്. ഓക്കെ, നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3,60,000 to equity share applications account 3,60,000 കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3,60,000. നമ്മൾ അറിയാലോ, ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഷെയർ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുക, ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. തേർഡ് എൻട്രി അലോട്ട്മെന്റ് എൻട്രി ആണ്. നോക്കാം, ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കേട്ടോ. അത് 1,80,000 13 ആണ് കേട്ടോ. പിന്നെ അവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, അറിയാലോ, അവിടെ 3 കേസ് പ്രീമിയം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് നോക്കുക, 23,40,000, 5,40,000, 18 lakh വരും കേട്ടോ. 1 lakh അല്ല, 18,000 into 10. ഓക്കെ, നെക്സ്റ്റ് എൻട്രി ഇതാണ്. ബാങ്ക് അക്കൗണ്ട് മക്കൾ ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ അല്ലേ, അപ്പൊ 2 lakh അല്ല 1,80,000 എടുത്താൽ മതി കേട്ടോ. 2 lakh ആണ് അവർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, പക്ഷേ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. 1,80,000 ആണ് അവിടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1,80,000 മാത്രം എടുത്താൽ മതി, ബിക്കോസ് ഇറ്റ് ഇസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. നെക്സ്റ്റ് എൻട്രി ഇതാണ്, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. എമൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടോ. 1,80,007 ആണ്. ദെൻ 1,80,000 into 2, 1,80,000 into 5 കേട്ടോ. കോൾ മണി ആണ് കേട്ടോ, അത് കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകാൻ സാർ, അടുത്ത എൻട്രി കാണിച്ചോളൂ. ഓക്കെ, ഇനി കോൾ മണി കിട്ടുന്ന എൻട്രി ആണ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അവിടെ കോൾ മണി കിട്ടുമ്പോൾ ഒരു അഡ്വാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷെയർ ഹോൾഡർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതുകൂടി അവിടെ ആഡ് ചെയ്യണം കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസ് അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് കേട്ടോ. എമൗണ്ട് ഒക്കെ നോക്കുക, ഇവിടെ എമൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ എമൗണ്ട് വന്നതെന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് എൻട്രി ഇതാണ്, ഫൈനൽ കോൾ ഡ്യൂ ആകുന്ന എൻട്രി ആണ്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം കേട്ടോ. ഇതാണ് എൻട്രി.
അവിടെയും എമൗണ്ട് വന്നിരിക്കുന്നത് 1,80,000 ഇൻറ്റു 8, 1,80,000 ഇൻറ്റു 3, 1,80,000 ഇൻറ്റു 5 കേട്ടോ. അവിടെയും പ്രീമിയം ഉണ്ട് കേട്ടോ. പ്രീമിയം ആണ് ഈ 5 എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യണേ, ഇത് എമൗണ്ട് ഒക്കെ വന്നിരിക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എമൗണ്ട് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് എൻട്രി എന്താണ്? അല്ല, നെക്സ്റ്റ് എൻട്രി എമൗണ്ട് കിട്ടുന്ന എൻട്രി ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്കിലേക്കല്ലേ എമൗണ്ട് വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ ആണ് കേട്ടോ. ഓക്കെ, അവിടെ എമൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 40,000, 40,24,000 കേട്ടോ. ഓക്കെ, ഫൈനൽ കോൾ കിട്ടിയതാണ് കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകാം. യെസ്, ഇനി നമുക്ക് നോക്കാം. ഫോർ ഫീച്ചർ ആണല്ലേ, അവിടെയും ഫോർ ഫീച്ചറും റേഷ്യോ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഫോർ ഫീച്ചർ എൻട്രി ഇതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ കേട്ടോ. ഫൈനൽ കോൾ ആണ് നോൺ പേയ്മെന്റ് വന്നത് കേട്ടോ. അപ്പോൾ നോക്കി, അവിടെ എമൗണ്ട് വന്നിരിക്കുന്നില്ല 2,000 ഷെയർസ് ആണ് ഇൻറ്റു 10. ഇനി പ്രീമിയം 5 rupees ആണ്. അപ്പോൾ 2,000 ഇൻറ്റു 5, ഫോർഫീറ്റ് ചെയ്യുന്ന എമൗണ്ട് 2,000 ഇൻറ്റു 7 ആണ്. ഷെയർ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് 2,000 ഇൻറ്റു 3 കേട്ടോ. അല്ല 8 ആണ് കേട്ടോ. അപ്പോൾ എമൗണ്ട് 20,000, 10,000, 14,000, 16,000 ക്രെഡിറ്റ് വരും കേട്ടോ. നെക്സ്റ്റ് റീഷ്യൂ ചെയ്യുന്ന എൻട്രി ആണ്. റീഷ്യൂൻ്റെ എൻട്രി ഇതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അത് 1,500 അല്ലേ, 2,000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. പക്ഷേ 1,500 ആണ് കേട്ടോ റീഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1,500 ഇൻറ്റു 8 അല്ലേ, 12,000, 1,500 ഇൻറ്റു 2, 3,000 കേട്ടോ. ദെൻ 1,500 ഇൻറ്റു 10 ആണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്ന എമൗണ്ട്, 15,000 വരും കേട്ടോ. അപ്പോൾ 1,500 ഇൻറ്റു 8 ഡെബിറ്റ്, 1,500 ഇൻറ്റു 2 ഡെബിറ്റ്, ക്രെഡിറ്റ് വരുന്നത് 1,500 ഇൻറ്റു 10. ഓക്കെ, ഇനി നമുക്ക് ആ ഡിഫറൻസ് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ലാസ്റ്റ് എൻട്രി. എൻട്രി ഇതാണ്. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് കേട്ടോ. അതാണ് എൻട്രി. അവിടെ ഡിഫറൻസ് വന്നിരിക്കുന്ന എമൗണ്ട് 7,500 ആണ്. 7,500 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. ആ നരേഷൻ കണ്ടോ? ബീങ് പ്രോഫിറ്റ് ഓൺ റീഷ്യൂ ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് കേട്ടോ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റീഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. ഒന്ന് പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെയ്യേണ്ട. ആ ഒരു എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട, ഇഗ്നോർ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ആ പ്രോഫിറ്റ് വന്ന എമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കൾ, ഇതിൻ്റെ എമൗണ്ട് ഒക്കെ കണ്ടുപിടിച്ച് ആ ഒരു കാൽക്കുലേഷൻ കാണിക്കാം. ആ കാൽക്കുലേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. നിങ്ങൾക്കത് പിന്നീട് നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സാർ ആ കാൽക്കുലേഷൻ കാണിച്ചോ കേട്ടോ. ആ കോഴ്സിന് അരിയറില്ലേ, ഞാൻ പറഞ്ഞില്ലേ എമൗണ്ട് നേരത്തെ പേജ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കോഴ്സിന് അരിയറും കോഴ്സിന് അഡ്വാൻസും കേട്ടോ, ആ ക്യാപിറ്റൽ റിസർവിലേക്ക് വന്ന എമൗണ്ട് ഒക്കെ കണ്ടുപിടിച്ച കാൽക്കുലേഷൻ ആയിട്ട് ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചോ കേട്ടോ. ഇവിടെ ഈ ഒരു സെയിം ക്വസ്റ്റ്യനില് കോഴ്സിന് അരിയറും കോഴ്സിന് അഡ്വാൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തതെന്നുള്ള കാൽക്കുലേഷനാണിത്. അത് കൂടാതെ ക്യാപിറ്റൽ റിസർവിലേക്ക് എങ്ങനെയാണ് എമൗണ്ട് വന്നത് അല്ലേ, 7,500 എങ്ങനെ കിട്ടി എന്നുള്ള കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ആണ് കേട്ടോ. ക്ലാസ്സിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആണ് ഡിബഞ്ചർ ആണ് കേട്ടോ. ഡിബഞ്ചറിന്റെ ചാപ്റ്റർ ആണ് കേട്ടോ. ഡിബഞ്ചറിന്റെ ചാപ്റ്റർ അല്ലേ സാറേ? വിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഡിബഞ്ചറിന്റെ ചാപ്റ്റർ നോക്കാം കേട്ടോ. ഡിബഞ്ചറിന്റെ ചാപ്റ്റർ ഇന്ന് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ കാണിക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സ് ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഇഷ്യൂയിങ് 512% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% കേട്ടോ. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് കേട്ടോ. These debentures were redeemable after 3 years at par.
Applications for 600 debentures were received. Pro rata allotment was made to all the applicants. Pass journal entries for the debentures assuming that the whole amount was payable with application. അപ്പോൾ എക്സ് ലിമിറ്റഡ് 500 ഡിബഞ്ചേഴ്സ് ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുകയാണ്. 12% ഡിബഞ്ചേഴ്സ്. 12% അറിയാലോ, ഇൻട്രസ്റ്റ് റേറ്റ് ആണിട്ടത്. ഡിബഞ്ചർ എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുൻപിൽ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് പറഞ്ഞെങ്കിൽ എന്താ ഇതിൻ്റെ മീനിങ് എന്താണ്? അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കേട്ടോ. അതായത് 12% ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്ന ഡിബഞ്ചർ ആണ് കേട്ടോ ഇത്. എത്ര പ്രൈസ് പറഞ്ഞിരിക്കുന്നത്? 100 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ്. ഡിസ്കൗണ്ട് ആണ് കേട്ടോ. 5% എമൗണ്ട് പറയുന്നില്ല, 5% ആണ് കേട്ടോ. അപ്പോൾ 100ൻ്റെ 5%. അപ്പോൾ എത്ര വരും? ₹5. അപ്പോൾ 95 കേട്ടോ. 100 ആണ്, 95 റുപ്പീസാണ്. 5 റുപ്പീസ് ഡിസ്കൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് 95 ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ദീസ് ഡിബഞ്ചേഴ്സ് വെയർ റെഡീമബിൾ ആഫ്റ്റർ 3 years അറ്റ് പാർ. അപ്പോൾ എന്താണ്? 3 years കഴിയുമ്പോൾ എന്ത് ചെയ്യും കമ്പനി ഈ ഡിബഞ്ചേഴ്സ് പാർ എന്താണ്? ഫേസ് വാല്യൂ. എത്രയാണ് ഫേസ് വാല്യൂ? ആ വാല്യൂ എന്ത് ചെയ്യും? ഇത് റെഡീം ചെയ്യുന്നു. ആപ്ലിക്കേഷൻസ് ഫോർ 600 ഡിബഞ്ചേഴ്സ് വെയർ റിസീവ്ഡ്. നോക്കിയ മക്കളെ, ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. 500 മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, പക്ഷേ 600ൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ എന്തായത്? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. പ്രോ റേറ്റ, അപ്പോൾ അറിയാലോ, പ്രോ റേറ്റ അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ടു ഓൾ ദി ആപ്ലിക്കൻസ്. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാ ആപ്ലിക്കൻസിനും പ്രോ റേറ്റ അലോട്ട്മെന്റ് ഓഫർ ചെയ്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻട്രീസ് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഞാൻ ആൻസറിലേക്ക് പോകാം. സാർ ആൻസർ കാണിച്ചോളൂ. ഓക്കെ, ഇതാണ് കേട്ടോ ആൻസർ. നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് കേട്ടോ. നോക്കിയ മക്കൾ, ഇവിടെ 600 ആണ് കേട്ടോ. 500 ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. പക്ഷെ എന്താണ്? ആപ്ലിക്കേഷൻ വന്ന 600 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ 600 എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ 95 അറിയാലോ, ഡിസ്കൗണ്ട് അല്ലേ? ആക്ച്വൽ പ്രൈസ് 100 ആണ്, 5 റുപ്പീസ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ 100ൽ നിന്ന് 5 റുപ്പീസ് മൈനസ് ചെയ്തിട്ട് 95 ആണ് കേട്ടോ പ്രൈസ്. അപ്പോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 600 × 95 57,000 വരും. ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് 57,000 കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് എൻട്രി ഇതാണ്. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് ടു ബാങ്ക്. ഇതാണ് സെക്കൻഡ് എൻട്രി. ഇവിടെ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് എമൗണ്ട് നമുക്ക് നേരത്തെ കിട്ടിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ 57,000 തന്നെ എഴുതാം. ഡിസ്കൗണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് 500 ഷെയർസിന് ഡിബഞ്ചേഴ്സിന് 5 റുപ്പീസ് വെച്ചിട്ട് കേട്ടോ. 2500 പ്രോ റേറ്റ് ആണ് കേട്ടോ. അത് 2500 വരും. പിന്നെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നത് 500 × 100 ആണ് കേട്ടോ. അപ്പോൾ 50,000 വരും. ടു ബാങ്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് 9,500 ആണ് കേട്ടോ. ഇതാണ് എമൗണ്ട്. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്തോ കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാം ഉണ്ടാവും കേട്ടോ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ചിലപ്പോൾ പാർ അല്ലെ, ആക്ച്വൽ പ്രൈസ് പാർ പറയാം. ചിലപ്പോൾ എമൗണ്ട് കൂട്ടി ചോദിക്കാം അല്ലെ, പ്രീമിയം ചോദിക്കാം. ചിലപ്പോൾ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ട് വരുന്ന ഡിസ്കൗണ്ട്. ഇത് ഡിസ്കൗണ്ടിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ പാറും പ്രീമിയം പഠിച്ചിരിക്കണം കേട്ടോ. 3 കേസ് നോക്കിയിരിക്കണം. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ഡിസ്കൗണ്ട് ആണ്. ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പാറോ അല്ലെങ്കിൽ പ്രീമിയമോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത ടോപ്പിക്കാണ്. പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ഡിസ്കൗണ്ട് ആണെങ്കിൽ രക്ഷപ്പെട്ടു. ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. പാറും പ്രീമിയം ആണെങ്കിൽ എന്ത് ചെയ്യുക? എമൗണ്ട് കൂട്ടിയിടുക കേട്ടോ. എമൗണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അതിലെ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. യെസ്, ഇത് റിഡംഷന്റെ കേസാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ. പാസ്
കേസ് പറയണേ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീംഡ് അറ്റ് പാർ. തേർഡ് കേസ് എന്താ പറയണേ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീംഡ് അറ്റ് പ്രീമിയം കേട്ടോ. അപ്പോൾ ഓരോന്ന് എൻട്രി അറിഞ്ഞിരിക്കും കേട്ടോ. ഓക്കെ സമയത്ത് ഓക്കെ മക്കളെ നോക്കാം കേട്ടോ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീംഡ് അറ്റ് പ്രീമിയം അറിയാലോ. എൻട്രി അറിയാലോ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നു. സെക്കൻഡ് കേസ് നോക്കിയേ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീംഡ് അറ്റ് പാർ അല്ലെ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു, പാറില് റെഡീം ചെയ്യുന്നു. ആ കേസിൽ എൻട്രി അറിഞ്ഞിരിക്കണം. തേർഡ് കേസ് എന്താണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീംഡ് അറ്റ് പ്രീമിയം അല്ലെ. അപ്പൊ ലോസ് ആണ് കേട്ടോ. അത് ഡിസ്കൗണ്ട് ഷർട്ട് വില കൂട്ടി മേടിക്കുന്നു, അപ്പൊ കമ്പനിക്ക് ലോസ് ആണ്. എൻട്രി അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വേഗം 3 എൻട്രി എഴുതാമല്ലോ. എഴുതി നോക്കും കേട്ടോ. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആൻസർ തിരിച്ചു വന്നോളൂ, വീഡിയോ ഓൺ ചെയ്തോളൂ. തിരിച്ചു വരിക, വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ ആരൊക്കെയാണ് വീഡിയോ ഓൺ ചെയ്യാത്ത? ശ്രേയ, ആദർശ്, സജു, യനാൽ, വിവേക്, ശ്രേയ, മാർട്ടിൻ വേഗം വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ആൻസർ നോക്കാം, നോക്കിക്കോളൂ. ഫസ്റ്റ് ഇതാണ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ആണ്. ഓക്കെ എമൗണ്ട് വരുന്നത് 1,10,000 ആണ് കേട്ടോ. 1,10,000. സെക്കൻഡ് എൻട്രി ഇതാണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു 12% ഡിബഞ്ചർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ടു പ്രീമിയം ഓർ റിഡംഷൻ കേട്ടോ. ഓക്കെ എമൗണ്ട് വരുന്നത് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് 1,10,000 ആണ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 5,000 വരും. 12% ഡിബഞ്ചേഴ്സ് 1,00,000 വരും. ടു സെക്യൂരിറ്റീസ് പ്രീമിയം 10,000 ടു പ്രീമിയം ഓർ റിഡംഷൻ 5,000 കേട്ടോ. ലാസ്റ്റ് എൻട്രി ഇതാണ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് 5,50,000 ആണ് കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ഓക്കെ നമ്മുടെ റേഷ്യോ ആണ് കേട്ടോ മക്കളെ. റേഷ്യോന്റെ ചാപ്റ്റർ ആണ്, അറിയാലോ. റേഷ്യോ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റേഷ്യോ ചാപ്റ്റർ ഇന്ന് എക്സാമിൽ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിക്കോളൂ. റേഷ്യോന്റെ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. റേഷ്യോ ഏത് ചോദിച്ചാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇക്വേഷൻസ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. എൻട്രി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻസ് നോക്കിയാൽ മതി. പിന്നെ അത്യാവശ്യം മാത്തമാറ്റിക്സ് വരുന്നുണ്ട് അവിടെ, പ്യുവർ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, എമൗണ്ട് എടുത്ത് എഴുതുക, ഈക്വൽ ടു അല്ലെ, പ്ലസ് മൈനസ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട്, മാത്സ് വരുന്നതുകൊണ്ട് അത്യാവശ്യം ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ റേഷ്യോന്റെ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കാണിക്കുകയാണ്. ഇതാ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് കോപ്പി ചെയ്തോളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് കേട്ടോ. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അതിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. കറണ്ട് അസറ്റ്സ് കേട്ടോ. കറണ്ട് അസറ്റ്സ് ഒരു 8 lakh പറയുന്നുണ്ട്. കറണ്ട് റേഷ്യോ 1.5:1 ആണ് കേട്ടോ. ക്വിക്ക് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ അല്ല, ക്വിക്ക് റേഷ്യോ 1.5:1 ആണ്. കറണ്ട് റേഷ്യോ 2:1 പറയുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 times കേട്ടോ. എല്ലാം ആൻസർ പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഒരു 5 minutes തരാം, വേഗം ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിക്കോളൂ. ജോസഫിന് ആൻസർ കിട്ടിയോ? കിട്ടിയോ ജോസഫ്? 12 lakh കിട്ടിയോ? ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. സാറേ ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. എത്രയാണ്? കറണ്ട് അസറ്റ്സ് അല്ലേ. കറണ്ട് അസറ്റ്സ് ഇന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം കേട്ടോ.
കറണ്ട് അസറ്റ്സ് 8 lakh പറയുന്നുണ്ട്. 8 lakh. നമ്മുടെ ക്വിക്ക് റേഷ്യോ 1.5:1, കറണ്ട് റേഷ്യോ 2:1, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 times. 6 times പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ പറയുന്നത്? കറണ്ട് അസറ്റ്സ് അല്ലേ, കറണ്ട് അസറ്റ്സ് 8 lakh പറയുന്നുണ്ട്, ക്വിക്ക് റേഷ്യോ 1.5:1, കറണ്ട് റേഷ്യോ 2:1, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 times പറയുന്നുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് റവന്യൂ ആണല്ലേ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇതാ നോക്കി മക്കളെ, നമുക്ക് ഇവിടെ അറിയാലോ. ഇതാ നമുക്ക് ഫസ്റ്റ് കറണ്ട് നോക്കാം കേട്ടോ. കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ്സ് അവൈലബിൾ അല്ലേ, അപ്പോൾ കറണ്ട് റേഷ്യോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കി കറണ്ട് റേഷ്യോ, അപ്പോൾ എന്താ കറണ്ട് റേഷ്യോന്റെ ഇക്വേഷൻ? കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ, ഇതല്ലേ ഇക്വേഷൻ. ആ ആൻസർ ആണ് 2:1 പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കണേ? 2/1 എന്നാണ് കേട്ടോ. അതായത് കറണ്ട് അസറ്റ്സ് 2 ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി 1 ആണ്. ഇവിടെ ഇല്ല മക്കളെ, നമുക്ക് കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് പറയുന്നുണ്ട് അല്ലേ. അതായത് നോക്കി എത്ര പറയണേ? 8 lakh പറയുന്നുണ്ട് അല്ലേ, 8 lakh അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എത്ര ആയിരിക്കണം? 2:1 വരണമെങ്കിൽ 4 lakh ആണ് കേട്ടോ, 4 lakh വരുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ കറണ്ട് ലയബിലിറ്റി കിട്ടി അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി കിട്ടി കേട്ടോ. കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടി? 4 lakh കിട്ടി കേട്ടോ, 4 lakh. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് വേണ്ട ക്വിക്ക് റേഷ്യോ പറയുന്നുണ്ട് അല്ലേ. എന്താ ക്വിക്ക് റേഷ്യോന്റെ ഇക്വേഷൻ? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ. എന്താ ഇക്വേഷൻ പറയണേ? 1.5:1 ആണ് അല്ലേ. ദാറ്റ് മീൻസ് 1.5/1 എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ. നമുക്ക് ക്വിക്ക് അസറ്റ് നമുക്ക് അറിയില്ല, പക്ഷെ എന്തറിയാം? കറണ്ട് ലയബിലിറ്റി അറിയാം അല്ലേ. കറണ്ട് ലയബിലിറ്റി കിട്ടി എത്രയാണ്? 4 lakh കിട്ടി അല്ലേ. 4 lakh അറിയാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 lakh × 1.5 എടുത്താൽ മതി, ശരിയല്ലേ. ഇത് 4 lakh ആണെങ്കിൽ അതിൻ്റെ 1.5 ആണ് എന്ത്? ക്വിക്ക് അസറ്റ് കേട്ടോ. ഓക്കെ, എത്ര കിട്ടി ജോസഫേ ക്വിക്ക് അസറ്റ് എന്ന് പറയാൻ പറ്റുമോ? എത്ര കിട്ടി ക്വിക്ക് അസറ്റ്? കുഴപ്പമില്ല മോനെ, ഞാൻ പറയട്ടെ. 6 lakh ആണ് ഡാറ്റ വന്നത്. 6 lakh ആണോ? 6 lakh ആണ് കേട്ടോ, കിട്ടി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് അറിയാമോ? ഇതൊക്കെ എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നോക്കുന്നത് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇല്ലേ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറയുന്നുണ്ട് അല്ലേ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറയുന്നുണ്ട്. അതിന് മുൻപില്ലേ നമുക്ക് നോക്കാം. ഈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ എന്താ? ആര് പറഞ്ഞേ? അതിലൊന്ന് പറഞ്ഞ അതില്ലേ എന്താ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ എന്താണ്? Cost of revenue from operation. Cost of revenue from operation divided by average inventory. Average inventory കേട്ടോ. ഈ ആൻസർ ആണ് 6 എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് 6 അല്ലേ. ഓക്കെ, മോൻ ഇവിടെ ഇല്ലേ നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അറിയില്ല കേട്ടോ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെ, നമ്മളോട് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സംഭവം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിതാ നോക്കിയേ, നമുക്ക് ഒരു ഫൈനൽ ആൻസർ 6 ആണെന്ന് പറയുന്നുണ്ട്. ഈ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നില്ല അല്ലേ. പക്ഷേ ഈ ആവറേജ് ഇൻവെന്ററി നമുക്ക് മുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആർക്ക് പറയാം എന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ശ്രേയ എന്ന് പറഞ്ഞു നോക്കിയാൽ ശ്രേയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മോളെ ആവറേജ് ഇൻവെന്ററി? ആവറേജ് ഇൻവെന്ററി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കേട്ടോ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ലാസ്റ്റ് ഫൈനൽ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാം. ആവറേജ് ഇൻവെന്ററി നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ക്വിക്ക് അസറ്റ് ഉണ്ട്. ഇത് വെച്ചോണ്ടൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാം. എങ്ങനെ അറിയാമോ? നമ്മുടെ കറണ്ട് അസറ്റ് ഇല്ലേ, കറണ്ട് അസറ്റിൽ നിന്ന് നമ്മുടെ ക്വിക്ക് അസറ്റിൽ ഇത് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കിട്ടും ആവറേജ് ഇൻവെന്ററി കിട്ടും കേട്ടോ. ശരിക്കും ആവറേജ് ഇൻവെന്ററി അല്ല, ഇൻവെന്ററി കിട്ടുക കേട്ടോ. ആവറേജ് അല്ല, ഇൻവെന്ററി കിട്ടുക കേട്ടോ. ഇൻവെന്ററി എത്രയാണ് ഇൻവെന്ററി? അപ്പോൾ എത്ര വരും? നമ്മുടെ 8 lakh അല്ലേ. 8 lakh മൈനസ് 6 lakh വരും കേട്ടോ. അപ്പോൾ എത്ര വരിക? 2 lakh വരും കേട്ടോ. 2 lakh ആണ് എമൗണ്ട് വരുന്നത് കേട്ടോ. 2 lakh എത്രയാണ് എമൗണ്ട് വരുന്നത്? 2 lakh ആണ് കേട്ടോ. 2 lakh ആണ് എമൗണ്ട് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ട ആവറേജ് ഇൻവെന്ററി ആണ്. പക്ഷെ ഇവിടെ ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി ഒന്നും ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈ 2 ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെന്ററി ഇല്ലേ, ഇത് എന്ത് ചെയ്യാം? നമുക്ക് ആവറേജ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. കോസ്റ്റ് ഓഫ് റവന്യൂ അറിയില്ല, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ കിട്ടിയ ഇൻവെന്ററി ഇല്ലേ 2 lakh, അതെ ഇതാ കേട്ടോ 2 lakh. ഇതിന്റെ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 6 times കേട്ടോ. ഇത് 6 ആണ്. നോക്കിയേ, കോസ്റ്റ് ഓഫ് റവന്യൂവിനെ 2 lakh കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി.
അപ്പൊ എങ്ങനെ കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിക്കാൻ പറ്റും? 2 lakh ഇൻറ്റു 6 ചെയ്താൽ പോരെ. അപ്പൊ എത്ര വരും? 1,20,000 വരും കേട്ടോ. 1,20,000 സോറി 12 lakh വരും കേട്ടോ. 12 lakh വരും. ഇതാണ് ആൻസർ കേട്ടോ. കണ്ടോ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനെ 2 lakh കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡ് ചെയ്തില്ലേ, ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 lakh ഇൻറ്റു 6 12 lakh ആണ് ആൻസർ കേട്ടോ. 12 lakh വരും കേട്ടോ. ഇതാണ് ആൻസർ. കിട്ടിയോ? അതിൽ കിട്ടിയായിരുന്നോ? ഓക്കെ, ശ്രേയ കിട്ടിയോ? ശ്രേയ കോപ്പി ചെയ്തോ? ശ്രേയ എഴുതിയെടുത്തോ? വിവേക് കേട്ടോ, മാർട്ടിനൊക്കെ ആദർശൊക്കെ ഒന്ന് കോപ്പി ചെയ്യട്ടോ. എന്നാല് എഴുതിയെടുത്തോളൂ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഉറപ്പായിട്ടും കറണ്ട് അസെറ്റ്, ക്വിക്ക് അസെറ്റ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഇൻവെന്ററി ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ചെയ്തോളണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്തോളൂ. സോ ക്വസ്റ്റ്യൻ കാണിച്ചു. മ്യൂട്ടാണോ? അൺമ്യൂട്ടോ? ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ സെയിം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് സംഭവം വരുന്നുണ്ട് ഇതില്. നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട് 2 lakh പറയുന്നുണ്ട് കേട്ടോ. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലാണ് 2 lakh പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്. എമൗണ്ട് 1,80,000 ആണ് എമൗണ്ട്. ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്. എമൗണ്ട് 40,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് പറയുന്നുണ്ട് 1 lakh ആണ്. അതിന്റെ ബ്രാക്കറ്റ് ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നും പറയാത്ത കൊണ്ട് അത് പ്രോഫിറ്റ് ആയിരിക്കും കേട്ടോ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം ലോസ് വരുള്ളൂ. ഒന്നും പറയാത്ത സാഹചര്യത്തിൽ അല്ലേ, ഒന്നും പറയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ബ്രാക്കറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് എന്ന് മെൻഷൻ ചെയ്താൽ മാത്രമാണ് എന്താ, അത് ലോസ് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്തായിരിക്കും അത്? പ്രോഫിറ്റ് ആണ് കേട്ടോ. 1 lakh പ്രോഫിറ്റ് ആണെന്ന് ഉറപ്പിക്കുക. നെക്സ്റ്റ് 12% ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് 50,000 ആണ്. ദെൻ 10% ലോൺ, മോർട്ടേജ് ലോൺ പറയുന്നുണ്ട് 1,50,000 ആണ് എമൗണ്ട്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട് 4,20,000 ആണ്. കറണ്ട് അസറ്റ്സ് 3 lakh കേട്ടോ. ആ 0 ഓക്കെ 3 lakh പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഐറ്റംസ് ഇതാണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കും കേട്ടോ. 3 എണ്ണം കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കിയേ. വെൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 50,400 ആൻഡ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് 40% പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്യാൻ പറ്റും നോക്കിയാൽ ഞാൻ 5 minutes ടൈം തരാം. വേഗം ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. 3 items ആണ് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിക്കോളൂ. യെസ്, ആൻസർ കാണിക്കാൻ പോവാണ്. യെസ് നോക്കിക്കോളൂ. ഇതാ ഡെറ്റ് ഫസ്റ്റ് വെച്ചാൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറ്റ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാം കേട്ടോ. ലോങ് ടേം ആ ഡെറ്റ് കേട്ടോ. അപ്പോൾ ഡിബഞ്ചർ വരും, മോർട്ടേജ് ലോൺ വരും കേട്ടോ. 50,000 പ്ലസ് 1,50,000 ആണ്. അപ്പോൾ 2 lakh ആണ് കേട്ടോ ഡെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ലോങ് ടേം ഡിബഞ്ചേഴ്സിൻ്റെയും മോർട്ടേജ് ലോൺ കുറിച്ച് വരുമ്പോൾ 2 lakh ആണ് ഡെറ്റിന്റെ കേസ് വരുന്നത്. ഡെറ്റ് ആയിട്ട് വരുന്ന എമൗണ്ട് 2 lakh ആണ്. ഇനി ഇക്വിറ്റി നോക്കാം. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും പറയുന്നുണ്ട്. പിന്നെ ഒരു ക്യാപിറ്റൽ റിസർവ് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഞാൻ പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ 2 lakh പ്ലസ് 1,80,000 പ്ലസ് 40,000 വരും. അപ്പോൾ ടോട്ടൽ വരുന്ന എമൗണ്ട് 1 lakh ആണ് കേട്ടോ. 1 lakh വരും. ഓക്കെ,
പ്ലസ് 1 lakh ആടുമ്പോൾ 5,20,000 ആണ് കേട്ടോ. 5,20,000 വരും. അതായത് 2 lakh പ്ലസ് 1,80,000 പ്ലസ് 40 പ്ലസ് 1 lakh 5,20,000 ആണ് ഇവിടെ വരിക ഇക്വിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെറ്റും കിട്ടി ഇക്വിറ്റിയും കിട്ടി. എന്ത് ചെയ്യാം, നമുക്ക് ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2 lakh ഡിവൈഡ് ബൈ 5,20,000. ദ ആൻസർ ഈസ് 0.38:1 ആണ് കേട്ടോ. 0.38:1 വരും. കിട്ടിയോ ജോസഫെ? കിട്ടിയോ? ഓക്കെ. ഇനി നമ്മളോട് അപ്പോൾ നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടിയ എത്രയാണ്? 0.38:1 ആണ്. അല്ലെങ്കിൽ 0.38/1 ഇതിലും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താണ്? ഇക്വേഷൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് 5,20,000 അറിയാലോ. ഓൾറെഡി നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 5,20,000 ആണെന്ന് അറിയാം. 5,20,000 ഡിവൈഡ് ബൈ ഈ ടോട്ടൽ അസറ്റ്സ് ക്വസ്റ്റിൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ അത് കണ്ടുപിടിക്കണം. ടോട്ടൽ അസറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, തമ്മിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. നോൺ കറണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫിക്സഡ് ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ് ഞാൻ കേട്ടോ നോൺ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും കൂടി കൂട്ടുക. അതായത് കറണ്ട് പ്ലസ് ഫിക്സഡ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര നമുക്ക് 7,20,000 കിട്ടും. അപ്പോൾ 7,20,000 ആണ് നമുക്ക് വരുന്ന കറണ്ട് അസറ്റ്സ് ടോട്ടൽ അസറ്റ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്രൈറ്ററി റേഷ്യോയിലേക്ക് പോകാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5,20,000 ഡിവൈഡ് ബൈ 7,20,000. സോ ദ ആൻസർ വിൽ ബി 0.722 ഓർ 72.2% ആണ് കേട്ടോ. റേഷ്യോ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 72.2% വരും. അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 0.7 റേഷ്യോ ആണെങ്കിൽ 0.722 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഒരു ഐറ്റം കൂടി ചോദിക്കുന്നുണ്ട് സാർ, നമുക്ക് ചെയ്യാം. എന്താണ് സാർ ക്വസ്റ്റ്യൻ കാണിച്ചോളൂ? ഏതായിരുന്നു അത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് അല്ലേ. അതാ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. എന്താ പറയുന്നത് അവിടെ? നെറ്റ് പ്രോഫിറ്റ് 50,400, റേറ്റ് ഓഫ് ഇൻകം ടാക്സ് 40% ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇക്വേഷൻ എന്ന് പറഞ്ഞ സാർ മാറ്റി കേട്ടോ. എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് 50,400, ഇൻകം ടാക്സ് പറയുന്നത് 40% പറയുന്നത് കേട്ടോ. ഇൻകം ടാക്സ് 40% പറയുന്നുണ്ട്. ഓക്കെ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഇക്വേഷൻ? എന്താ ആർക്ക് പറയാം? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആദർശ് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താണ്? ഇല്ലേ? ജോസഫ് ചോദിക്കാം സാർ. ജോസഫ് ചോദിക്കാം. പറയൂ ജോസഫ്, എന്താണ് ഇക്വേഷൻ? എന്താണ്? ജോസഫ് ഹെഡ്സെറ്റ് ഊരിട്ട് സംസാരിക്കാം മോനെ. ഹെഡ്സെറ്റ് മാറ്റിക്കോ കേട്ടോ. ഹലോ, പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇക്വേഷൻ? എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? മറ്റേ കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതന്നെ. നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ. ഇവിടെ ഇല്ലേ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഉണ്ടല്ലേ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ 50,400 പറയുന്നത് കേട്ടോ. നമുക്ക് വേണ്ട നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ 40% ആണ് കേട്ടോ ടാക്സ് റേറ്റ് പറയണേ. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 60% വരും. അപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കണ്ടുപിടിക്കുക. ഇങ്ങനെ വിളിക്കുക 50,400 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40 വരും കേട്ടോ. ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ചെയ്തോളൂ, വേഗം ചെയ്തോളൂ. 50,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 വരും കേട്ടോ. ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എത്ര ഒരു ആൻസർ നോക്കിയേ? 50,000 അല്ലേ. 50,400 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40 വരും കേട്ടോ. 1,26,000 ആണ് കേട്ടോ. 1,26,000 ആണ് കേട്ടോ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കേട്ടോ. അപ്പോൾ എത്ര വരിക? 1,26,000 വരും കേട്ടോ. ഡിവൈഡ് ബൈ ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ഡെറ്റ്സ് ആണ് കേട്ടോ. ലോങ് ടൈം ഡെറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ഇത് ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ. പ്ലസ് ചെയ്യണേ, എന്നിട്ട് വേണം താഴത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ സാർ, ലോങ് ടൈം ഡെറ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചേ. ലോങ് ടൈം ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചേ. അതെ കണ്ടാ 12% ഡിബഞ്ചേഴ്സ് ഉണ്ടോ. 12% ഡിബഞ്ചേഴ്സ് ആകുമ്പോൾ എത്രയാണ്? 50,000 അല്ലേ. അപ്പോൾ 50,000ന്റെ 12% അല്ലേ. 50,000ന്റെ 12% വരും കേട്ടോ. അപ്പോൾ എത്ര വരിക? 6,000 ആണ് കേട്ടോ. അപ്പോൾ 6,000 ആഡ് ചെയ്യുക. 6,000 പ്ലസ് പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ. ഏതാണ്? മോർട്ടേജ് ലോൺ. മോർട്ടേജ് ലോൺ
1,50,000 ഇല്ലേ, അപ്പോൾ അതിൻ്റെ 10% ആണ്. അപ്പോൾ 15,000 വരും കേട്ടോ. 15,000 ഡിവൈഡ് ബൈ ഇത് 2 വരും കേട്ടോ. 6,000 സോറി കാണിച്ചിട്ട് 15,000 കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് ആഡ് ചെയ്തെടുത്തേ. എങ്ങനെ വരും? 1,26,000 പ്ലസ് 6,000 പ്ലസ് 15,000 അല്ലേ? 1,47,000 വരും കേട്ടോ. 1,47,000 ഡിവൈഡ് ബൈ ഇത് ആഡ് ചെയ്തോ കേട്ടോ. 6,000 പ്ലസ് 15,000 കേട്ടോ. 21,000 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, 1,47,000 ഡിവൈഡ് ബൈ 21,000 കേട്ടോ. 7 ആണ് കേട്ടോ. 7 ടൈംസ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 7 ടൈംസ് വരും കേട്ടോ. 7 ആണ് ആൻസർ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, നമുക്ക് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് ഫുൾ ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കണം, പഠിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഷാഡോ മെസ്സേജ് അയച്ചോളൂ, നമുക്ക് അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് മുമ്പ് എന്ത് ചെയ്യുക, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ചാറ്റാന്നേ. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷാഡോ മെസ്സേജ് ചോദിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്. എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാ ടോപ്പിക്കും ഇരുന്ന് പഠിക്കുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണുക, റെക്കോർഡ് വീഡിയോസ് കാണുക. അതുപോലെ നോട്ട് ബുക്കിൽ നമ്മുടെ മെറ്റീരിയലിലെയും എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ആയേക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.